ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇതാണ് തലശ്ശേരി കോട്ട. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്. 1708 ഈ കോട്ട സ്ഥാപിച്ചത്. വെറും ഒരു കുരുമുളക് വ്യാപാരത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിൻ്റെ ഭരണാധികാരിയായി മാറിയ ചരിത്രമാണ് ഈ കോട്ടയ്ക്കുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് പീരങ്കിൻ്റെ എന്തോ അവശിഷ്ടമാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവരുടെ വ്യാവസായിക എക്യുപ്മെൻറ്റ്സിലൊന്നാണെന്ന്. ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഒരുപാട് തടവറകളുണ്ട്. ആദ്യമൊക്കെ ഇതിൽ പ്രവേശിക്കാൻ പറ്റുമായിരുന്നു, പിന്നീടത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഇത് ക്ലോസ് ആക്കിയത്. ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലക്കരിക്കാൻ തലശ്ശേരി പട്ടണം മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, അറബിക്കടലിന് സമീപത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നതാണ് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രി. അതിന് തൊട്ടടുത്ത് തന്നെയാണ് കടൽപ്പാലവും. തലശ്ശേരി കടൽപ്പാലവും കോട്ടയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഒരുപാട് സിനിമകളൊക്കെ കോട്ടേൻ്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബാക്ക് ഗേറ്റ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ കടലിലേക്ക് എത്തും. ആദ്യമൊക്കെ ഇത് ഓപ്പണിംഗ് ആയിരുന്നു, ഇപ്പം അത് ക്ലോസ് ആക്കിയത്. ആ കാണുന്നതാണ് ഇംഗ്ലീഷ് പള്ളി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏക ഇംഗ്ലീഷ് പള്ളിയാണെന്നാണ്. ഇതിൻ്റെ എൻഡിങ് വരുന്നത് കടലിലേക്കാണ്. പണ്ട് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ വലിയ ബ്രിട്ടീഷ് മേധാവികളെ മാറ്റിയിരുന്നത് ഇതുവഴിയാണ്. കോട്ടയുടെ തൊട്ടടുത്ത് തന്നെയാണ് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോട്ടയുടെ മുൻവശത്താണ് ഞാൻ പഠിച്ച സ്കൂൾ, തലശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂൾ. അപ്പോൾ തലശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ കോട്ട കാണാൻ ആരും മറന്നു പോകരുത്. ഇതിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.